ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷാഡോ ഗെയിമിങ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഇന്ന് CS ആണ് കളിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഇന്ന് കോടയുണ്ട്, കോട, അതുപോലെ നമ്മളെ പെറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ സീസണിലേക്ക് വന്നു. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഡബിളാണ്, രണ്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കത്താന മീൻസ് ഇത് കത്താനയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പോയി അടിക്കണം. റാങ്ക് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കൂട്ടാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അവന് ഒരുത്തൻ അവിടെ ഉണ്ട്. സ്പെഷ്യൽ പവർ ഇടാം. അവൻ മേലെ പോയി കൊല്ലാം. അവരെ കൊണ്ടുപോയി, അവരിപ്പോ കൊണ്ടുപോയി. നമുക്ക് അടുത്ത നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് G36 ആണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എല്ലാവരും ഞാൻ ഒന്നും കൂടി പറയണേ, സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് ടു 10K ലൈക്സ് ആണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. എല്ലാവരും അതൊന്ന് ആഗ്രഹം ഒന്ന് ചെയ്തു തരണം. നമുക്ക് നേരത്തെ കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നമ്മൾ ഇട്ട വീഡിയോ ഒക്കെ ഉണ്ടായിട്ടില്ലോ. എല്ലാവരും ഒന്ന് അത് കണ്ട് ഷെയറും ചെയ്തൊന്ന് നല്ലതായിരിക്കണം. എല്ലാ സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരും. ആൾക്കാർ അവിടെ ഉണ്ട്, നല്ല ആൾക്കാരുണ്ട് കുറേ. അപ്പോൾ കുറച്ച് ആളുകൾ അവരവിടെ ഇതായിട്ടുണ്ട്, നോക്കായിട്ടുണ്ട്. ഈ സോൺ ഇങ്ങനെ വരുമ്പോ നമുക്ക് പണി കിട്ടും. നമുക്ക് മെല്ലെ ഇങ്ങോട്ട് ഞാനിവിടെ നിന്ന് നിൽക്കാം. ഇവിടെ ആളുണ്ട്. വൈബ്രേഷൻ ഉണ്ടാവക്ക് വരുമ്പോ നമുക്ക് ആളുണ്ട് എന്ന് മനസ്സിലാവും. അത് ഇപ്പോ കണ്ടുക. നോക്കിയിട്ടുണ്ട്. നമുക്ക് പണി കിട്ടി. അടുത്ത പ്രാവശ്യം നോക്കാന്നും വിചാരിച്ച് എല്ലാം പോയി. നമ്മളെ MB40 എടുത്ത് BP അല്ല EP. നമ്മളൊരുത്തന്നെ തലേൻ്റെ മേലെ ഇരിക്കുന്നു. നമുക്ക് തുള്ളണ്ട കേസ്, നമ്മൾ പ്രോ പ്ലെയേഴ്സാണ്. അപ്പോൾ നമുക്ക് പോവാം. അവർ കുറച്ച് റാങ്ക് കൂടുതലാണെന്ന് തോന്നുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പോയിൻറ്റ്സ് നേടിയത്. മീൻസ് അതുകൊണ്ടാണ് അവർ നമുക്ക് നമ്മളെ പവർ ഉണ്ടാക്കിയത്. എല്ലാം എവിടെ ഉണ്ട് നമുക്ക് നോക്കാം. അത് ഒരുത്തൻ എവിടെ പോകുന്നത്, ഒരുത്തൻ അതിൻ്റെ ഉള്ളിലുണ്ട്. മെല്ലെ പോവാം, പുറത്തേക്ക് ഓടിക്കാൻ നോക്കാം. നമ്മളടുത്ത് MB40 അവൻ്റെ അടുത്ത് മറ്റേ ഒരു അതാ പ്രശ്നം. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് PC വാങ്ങായിരുന്നു. ഒരു കമ്പ്യൂട്ടർ വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റാക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.
ഇപ്രാവശ്യം അവരെന്നെ കൊണ്ടുപോയി. നമുക്ക് നേടാൻ പറ്റിയില്ല. ഗതികേടായിപ്പോയി. നമുക്ക് പാരാഫലോ ഇപ്രാവശ്യം MP40 പാരാഫലോ എടുക്കാം. കാരണം പാരാഫൽ നല്ലൊരു ഗണ്ണാണ്. പാരാഫൽ പെട്ടെന്ന് 5 ബുള്ളറ്റിനെ കൊണ്ട് നോക്കിയാൽ നമുക്ക് അങ്ങനെയാണ് പ്രതീക്ഷ. അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്രാവശ്യം നമ്മളെയും കാട്ടി വലിയ റാങ്ക് തോന്നി ഇപ്പം അവർക്കുള്ളത്. യെസ്, നമുക്ക് 2, അവർക്ക് 3. അതെ, നമുക്ക് സെക്കൻഡ് 3 ഉള്ളത്. നോക്കാണ്ടായിരുന്നു. എന്തോ ഭാഗ്യം എന്ന് മാത്രം നമുക്ക് പറയാം. നമ്മൾ പവർ എടുത്ത ഒന്നും കൂടി ഇടാം. നമുക്ക് ഒരുത്തനെ എന്നെ പറയില്ല ഗൈസ്, പാരാഫിലും കണ്ണാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല പാരാഫിൽ. എടാ ഇവനെ ഇടയ്ക്ക് വന്നോണ്ടാ ഗൈസ്. നമ്മളങ്ങനെ ആൾക്കാരെ ഇപ്രാവശ്യം നമ്മൾ തന്നെ ഫസ്റ്റ് എടുത്ത്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇതാ ഗൈസ് അവനെടുത്തത് മിനി യൂസി. കഴിഞ്ഞ റൗണ്ടിൽ നമ്മളെ നോക്ക് ചെയ്തിട്ട് വന്നില്ലേ, നമ്മളടുത്ത് MP40 അവൻ്റെ അടുത്ത് മിനി യൂസി. എന്നാണ് അതിനെ വിളിക്കേണ്ടത് എനിക്കറിയില്ല. യൂസിന്നാണോ ഉസിന്നാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കളിച്ചവർ ഒന്നും കൂടി ഇപ്രാവശ്യം കൊണ്ടുപോയാൽ നമ്മൾ തന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. കപ്പ് നമുക്ക് തന്നെ പോയ നമുക്ക് തന്നെ വേണം. എലിമിനേഷൻ നോക്കാം. AUG വെച്ചിട്ട് അതിന് ഡബിൾ ഇപ്രാവശ്യം നമ്മൾ തന്നെ നോക്കി ഗൈസ്. അത് പൊളിച്ച് നമ്മുടെ ടീമേറ്റ് തന്നെ നോക്കി. അപ്പോൾ നമുക്കിപ്പോൾ സെക്കൻഡ് നമ്മളുള്ളത്. സെക്കൻഡ് പോയിന്റ് ആണ്. ചെറിയ സമയം നമ്മൾ ഓടിച്ചു ഗൈസ്. അഥവാ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം തോറ്റിട്ടുണ്ടെങ്കിൽ റാങ്ക് പ്രൊട്ടക്ഷൻ നമ്മളെ ഇതാവില്ലേ, സ്ട്രീക്കാവില്ലേ. അപ്പോൾ പ്രൊട്ടക്ഷൻ നോക്കണമല്ലോ റാങ്കിൻ്റെ. അപ്പം അങ്ങനെ നമുക്ക് ഇതൊന്നും കൂടി നമ്മൾ തന്നെ കൊണ്ടുപോയാൽ മതിയാണ്. ഒരുത്തൻ ഒളിച്ചും പാത്തും ഒളിച്ചും പാത്തെല്ലാം കളിക്കണേ. അടിക്കണ്ട, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലൊന്നും അടിക്കടാ. ഒളിച്ചും പാത്തും കളിക്കുന്നു. അയ്യേ, നമ്മൾ ഒളിച്ചും പാത്തോ യു ഗൈസ്. ഇവിടെ വെച്ച് അത് ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. അങ്ങനെ നോക്ക് ചെയ്താ. ഓ സമാധാനം. മറ്റേ കൂടെ ഞാൻ കൊന്നു. നീ ഇനി ആൾക്കാർ കാണും. ഇനി എവിടെ ഉള്ളത് നോക്കാം. നമ്മൾ പവർ വെച്ചിട്ട് നോക്കാം. പവർ ഇതും നമ്മൾ തന്നെ കൊണ്ടുപോയി. അങ്ങനെ 3-3 ഇനി വാശിയേരി പോരാട്ടായിരിക്കും. കാരണം ഇനി ബോയ ആരടിക്കോ അവരടിക്കോ എന്ന് പറഞ്ഞ് ഇനി അതായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഒന്നും അറിയില്ല. ആര് കൊണ്ടുപോകും, ആര് കപ്പെടുക്കും
എന്നൊരു പിടിയുമില്ല എന്ന മട്ടിലാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ വേഗം നമുക്കൊന്ന് പറ്റും. അടി ഇവരെല്ലാം പോയാ? അടേ അവൻ പോയി. ഷിറ്റ്. സാരമില്ല, നമുക്ക് എന്തായാലും അടുത്ത പോയാലും ബാക്കിയുള്ളവരെന്തായാലും നന്നായിട്ട് കളിക്കട്ടെ എന്നുള്ള പ്രതീക്ഷ. എന്തായാലും നമ്മളുണ്ടല്ലോ, ഓടിക്കണ്ട. ഒരുത്തിനെ കാണുന്നില്ലല്ലോ. ഓക്കെ, ഒളിക്കുന്നില്ല, ഒളിച്ചു കളിയല്ല ഇത്. ഇത് നമുക്ക് Double takedown. Triple takedown. Guys, അപ്പോൾ അവിടെ ഷിറ്റ് ഗൈസ്, പ്രാവശ്യം അവരെന്നെ കൊണ്ടുപോയി. ഓക്കെ ഗൈസ്, കണ്ട പ്രൊട്ടക്ഷൻ പോയിന്റ് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതാണ് പറ്റിയത്. നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ഒരു കളിയും കൂടി കളിച്ച് നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് സെറ്റാവാം. പേടിക്കണ്ട നിങ്ങൾ. നമുക്ക് ഒരു ക്യാരക്ടറൊന്ന് മാറ്റി കൊടുക്കാം. വേണ്ട, എയർ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഓഹ് ഗൈസ്, ഇതിനുള്ള പൈസ വേണം ഗൈസ്. ഇത് ചെയ്യാൻ നമ്മളെ noob ലെവലായിപ്പോയി. ഹൂക്കോങ്ങിന് എടുക്കാം. ഹൂക്കോങ്ങിനാണെങ്കിൽ കുറച്ച് ബെറ്റർ സ്കില്ലാണ്. നമ്മളൊരാളെ കൊന്നാൽ നമുക്ക് അവനെ ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം. മെഷീൻസിൽ ക്ലൈം. ഓ, മിനി യൂസ് ചെയ്യുന്ന സ്കിന്നാ. അത് നമുക്ക് കിട്ടി, എടുത്തു. ഓക്കെ എടുക്കാം. മിഷൻസിൽ വേറെന്താ? ഓ, ഇത് ഓക്കെ. മാച്ചിലായതുകൊണ്ട് നമുക്കത് ക്ലൈം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഈവൻസിൽ എന്താണ്? മണി. ഓക്കെ, മണിയായി. ഓക്കെ, മണി വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത്. മണി. ഇനി മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 300 സംതിങ് 3000 സംതിങ് നമ്മൾ കോയിനുള്ളത്. നമുക്ക് 10,000 എത്തിക്കണം. കാരണം നമുക്ക് 10,000 എത്തിച്ചാൽ നമ്മൾ ഡയമണ്ട് ഒന്നും കൊടുക്കാൻ നമുക്ക് അങ്ങനെ ഒരു മണി പൈസ കോയിൻസ് കൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് അല്ല, മേടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 10,000 ആയാൽ നമുക്ക്, നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾ കമൻ്റ് ഇടുക ഏതാളോ ആണെന്ന്. നമ്മൾ അങ്ങനെ കണക്കായിട്ട് എടുക്കുന്നതായിരിക്കും. ഓറിയണോ എനിക്ക് പിന്നെയും ഓറിയോൺ നല്ല സ്കിന്നാണ്. സ്കിന്നല്ല മാറിപ്പോയില്ല. സുരിത്തം പേന്നൊരു നമുക്ക് എലിമിനേഷൻ അറിയുമ്പോൾ ചെയ്തല്ലേ. ഈ എലിമിനേഷൻ റീപ്ലേ ആവുന്നുണ്ട്, നന്നായി. എലിമിനേഷൻ റീപ്ലേ ഒന്നുണ്ട്, നമുക്ക് നന്നായിട്ട് ഇനി ആരാ എങ്ങനെയാന്ന് എല്ലാം നോക്കാമല്ലോ. അയ്യോ, ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം ഒന്നും ആവാണ്ടെന്നാൽ മതിയായിരുന്നു എന്നിനെ പറയുന്നു. അതുപോലെ ഒന്ന് ആവണമെന്ന് മതി. ഇപ്പോൾ ഇങ്ങനെ നമുക്കൊന്നും പോയി അടിക്കാൻ പറ്റിയാൽ സന്തോഷമായിരുന്നു. അടുത്തത് അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ തുള്ളി
First doom. ഒളിച്ച് ഒളിച്ച് അടിക്കുന്നത്. First doom. ഇപ്രാവശ്യം അതും അവരെന്നെ കൊണ്ടുപോകുന്ന തോന്നുന്നു. ഓക്കെ, ഇപ്രാവശ്യം അതും Double അവരെന്നെ takedown. ഗൈസ്, ഇപ്രാവശ്യം അവരെന്നെ കൊണ്ടുപോയി. നമുക്കിപ്പം കണ്ടെടുക്കാൻ വിട്ടു. ഞാനിപ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ ഗണ്ണെടുക്കാൻ വിട്ടു. നമുക്ക് റിക്വസ്റ്റ് ഒന്ന് First doom. എന്തായാലേ നമുക്ക് ആ ഒരു ഗണ്ണ് കിട്ടുമല്ലോ. ഹെൽപ്പ് ചെയ്തൊക്കെ പാവങ്ങൾ വിട്ടുകൊടുത്തേ. Triple എനിക്ക് takedown. ഗണ്ണില്ലാത്തോണ്ടായി. ഇവനും പാരാഫെലിച്ച്, നമ്മൾ രണ്ടും പാരാഫെലിച്ചിട്ടാലും ഒരു ഫോൺ ലീഡ് ചെയ്തു. നമുക്ക് ഇപ്പോൾ പാരാഫെലെടുക്കാം. ആരും കോപ്പി അതൊന്നും പറയല്ലേ. P90 എടുക്കാം. P90 നല്ല പവറുള്ളൊരു ഗണ്ണാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ജാക്കറ്റ് കഴിഞ്ഞ വർഷം പറ്റി എന്താണെന്ന് അറിയില്ല. അവരെല്ലാം നല്ല പ്രോഗ്രസ് അവരൊരു റാങ്ക്. അപ്പം ഇപ്രാവശ്യം അവർ ന്യൂബ്, നമ്മൾ പ്രോ. പക്ഷെ അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ, ഓരോരോ ആൾക്കാർക്ക് റാങ്ക് ഉണ്ടാവില്ല. പക്ഷെ കളിയെല്ലാം അടിപൊളി. അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. ഒരു വ്യത്യാസമില്ല. First doom. ഇവൻ അതിൻ്റെ അടക്കി Double takedown. ബാക്കി നമുക്ക് എന്നാ ഇങ്ങനെ ഇപ്പോൾ അടുത്തവനിപ്പോൾ എവിടെയുള്ളേ? അവനൊക്കൊന്നും അവനിവിടെയുള്ളേ? ഓഹോ, സദേവേ. Double takedown. മറ്റവന്റെ സ്കില്ല് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് Triple takedown. നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്നത്തെ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കാം. ഇപ്രാവശ്യം നമുക്ക് പറ്റില്ല, നമ്മളെ പ്രൊട്ടക്ഷൻ പോയിന്റ് കുറഞ്ഞു. അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഡയമണ്ട് എത്തിച്ചിരിക്കും. ഡയമണ്ടാണോ അടുത്ത പ്ലാറ്റീനിയാണോ നോക്കിക്കളയാം. ഇനി നമുക്ക് പ്ലാറ്റീനിയം. ഓക്കെ, നമുക്ക് ഈ പ്ലാറ്റീനിയം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.